ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പൈസ കുറവുള്ളവർ അല്ലെങ്കിൽ ആദ്യ ദിവസം ആദ്യ ദിനം കാണാൻ പോകാൻ പറ്റാത്തവരെല്ലാവരും റിവ്യൂസ് നോക്കിയിട്ടായിരിക്കും സിനിമയ്ക്ക് പോകുന്നത്. ഞാനും അങ്ങനെയാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു 50% 60% പേരും അങ്ങനെ ആയിരിക്കും. റിവ്യൂസ് നോക്കിയിട്ട് സിനിമയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും. എന്നാൽ ഈ റിവ്യൂസ് പറയുന്നതെല്ലാം കറക്റ്റാണോ? അവരിൽ എത്ര പേർക്ക് പെയ്ഡ് റിവ്യൂസ് ഉണ്ട്? അല്ലെങ്കിൽ അവരുടെ ചാനലിന് പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടി നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ് പരത്തി വിടുന്നവരും ഉണ്ട് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടുപേരാണ് അശ്വന്ത് കോക്കും ഉണ്ണി വ്ളോഗ്സും. കാരണം ഇവർ രണ്ടുപേരും ഏത് സിനിമയെ കിട്ടിയാലും ആ സിനിമയ്ക്കകത്ത് ഇവർക്ക് എന്ത് പോസിറ്റിവിറ്റി അനുഭവപ്പെട്ടാലും ഇവർ അതിൻ്റെ നെഗറ്റിവിറ്റിയെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തായിരിക്കും അവരുടെ റിവ്യൂ വരുന്നത്. റിവ്യൂവിനകത്ത് അത് ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പലയിടത്തും പാളിപ്പോയി. പക്ഷെ തിയേറ്ററിനകത്ത് മൊത്തം ചിരി പൂരമാണ്. സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ദിലീപിൻ്റെ തന്നെ കോമഡി നമ്പേഴ്സ് ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. പഴയ രീതിയിലാണെങ്കിൽ പോലും നമുക്കത് ചിരി നമ്മളിൽ പടർത്തുന്നുണ്ട്. പക്ഷെ യവന്മാർക്കൊന്നും ചിരി വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമ്മുടെ കുഴപ്പമാണോ അത് അവന്മാരുടെ കുഴപ്പമാണോ? കാലകരണപ്പെട്ട കോമഡികൾ ആസ്വദിക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണോ എന്നൊന്നും എനിക്കറിഞ്ഞു. പക്ഷെ ദിലീപ് സിനിമ കാണാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത്രയ്ക്കും ദിലീപിൻ്റെ ഈ ഇടയ്ക്കിറങ്ങിയ ഒരു 5 വർഷത്തിലിറങ്ങിയ സിനിമകളിലെ കോമഡി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സിനിമയുടെ കോമഡി അതിഗംഭീരമാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ യവന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. യവന്മാർക്ക് ഇഷ്ടപ്പെടൂല. യവന്മാരുടെ മനസ്സിൻ്റെ ചിന്താഗതിയിലെ കുഴപ്പമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനൽ അവൻ്റെ മനസ്സിനകത്ത് മൊത്തം ഒരു എന്താ പറയാൻ പറ്റുന്ന ഒരു പേര്, ഈ കുറവുള്ളവൻ്റെ ഒരു മനസ്സാണ് അവന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം അവൻ പറയും പോലെ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, നിങ്ങൾക്ക് പല അഭിപ്രായമായിരിക്കും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ അവൻ്റെ ചിന്തയെന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റിവിറ്റി ഉള്ള ചിന്താഗതിയാണ്. അവൻ്റെ ഫാമിലി കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നമ്മൾ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അവനെ സഹിക്കാൻ ആർക്കും പറ്റൂല എന്നുള്ള കാര്യം അവൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി കാണും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും. പിന്നെ അവൻ്റെ റിവ്യൂസ് കാണുമ്പോഴത്തേക്കും അവൻ്റെ റിവ്യൂസ് നിങ്ങൾ കണ്ടോ, കുഴപ്പമില്ല. പക്ഷേ അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അവൻ്റെ മനസ്സിൻ്റെ ചിന്താഗതി അനുസരിച്ചാണ് അവൻ സിനിമ കാണാൻ പോകുന്നത്. അവൻ്റെ ആ ഒരു ക്രൂഡ് മൈൻഡ് അല്ലെങ്കിൽ അവൻ്റെ ആ മനസ്സിൻ്റെ ഒരു വൈകൃത ആ സിനിമ കാണുമ്പോൾ അവൻ്റെ റിവ്യൂസിലും അത് വരും. അവൻ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ഒരു റിവ്യൂറാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവൻ ആ സിനിമയുടെ പോസിറ്റിവിറ്റി പറയും, എന്നിട്ട് ആ സിനിമയിൽ ചെറിയ ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പറയും, എന്നിട്ട് അവസാനം പറയും എന്നെ ഒട്ടും തൃപ്തിപ്പെടുത്തുവാൻ പറ്റാത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്കങ്ങനെ ആകണമെന്നില്ല, കണ്ടവർ സിനിമയുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക, കമൻറ്റ് വായിച്ചിട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് അതൊരു ഉപകാരമാകും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ആ കമൻറ്റിനകത്ത് മൊത്തം നോക്കിയപ്പോഴത്തേക്ക് ഒരു 50-60% പേര് സിനിമ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കമൻറ്റ് വായിച്ചിട്ട് പോകുന്ന ഒരു സിനിമ കാണാൻ പോകുന്നുണ്ട്. സിനിമയ്ക്ക് ഒരുവിധം കളക്ഷനൊക്കെ നേടി വരുന്നുണ്ട്. വലിയൊരു കളക്ഷൻ അല്ലെങ്കിൽ പോലും ഭേദപ്പെട്ട രീതിയിൽ സിനിമയ്ക്ക് കളക്ഷൻ വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലൊക്കെ ട്രെൻഡിങ്ങും ആവുന്നുണ്ട്. അപ്പം സിനിമ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ യുവമാരുടെ റിവ്യൂസ് ആൾക്കാർ തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ സിനിമയ്ക്ക് പോകണോ വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം അവൻ പറയും പോലെ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ഒരു ദിലീപ് സിനിമ കാണാനാണ് തിയേറ്ററിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്കകത്ത് ദിലീപിൻ്റെ കോമഡികളൊന്നും നിങ്ങൾ അലോസരപ്പെടുത്തുക. നേരത്തെയൊക്കെ 1, 2, 3 സിനിമകളിലൊക്കെ വന്ന ചളി കോമഡികളല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്തൊക്കെ 1, 2 നല്ല നമ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ സിനിമ കണ്ടിട്ട് രേഖപ്പെടുത്തണം, കാണാതെ രേഖപ്പെടുത്തരുത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. കണ്ടവരാണെങ്കിൽ അവൻ പറയും പോലെ കമൻറ്റ് ബോക്സിലിടുക. കമൻറ്റ് ബോക്സ് വായിച്ചിട്ട് പോകുന്നവർക്ക് അതൊരു ഗുണമാകും. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി, അശ്വന്ത് കോക്ക് ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചാനലിന് വീഡിയോസ് ഹൈക്ക് കിട്ടണമെങ്കിൽ അവന് നെഗറ്റീവ് പറയണം, അല്ലെങ്കിൽ പോസിറ്റീവ് പറയണതിന് അവൻ നെഗറ്റീവ് പറയണതിൻ്റെ പകുതി മാത്രമേ അവൻ്റെ വ്യൂസ് പോസിറ്റീവ് പറയുന്നതിന് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവന് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അവന് നെഗറ്റീവ് തന്നെ പറയണം. അവന് കട്ടച്ചളി നെഗറ്റീവ് അല്ലെങ്കിൽ വേഷം കെട്ടി വന്നിരുന്ന് കോലം തുള്ളലും അങ്ങനെയുള്ള പരിപാടികളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അശ്വന്ത് കോക്കിൻ്റെ ചില റിവ്യൂസൊക്കെ നല്ല റിവ്യൂസാണ്. പക്ഷേ ചില റിവ്യൂസ് നല്ല റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിലൊക്കെ നല്ല സിനിമയാണെങ്കിൽ അവൻ നല്ലത് പറഞ്ഞില്ലെങ്കിൽ ഫാൻസുകാർ കയറി അവനെ പൊങ്കാലിടും എന്നുള്ള കാര്യവും കൈവയ്ക്കും എന്നുള്ള കാര്യവും അവൻ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മെയിൻ സിനിമകൾക്ക് എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്നുള്ള കാര്യം മാത്രമേ അവൻ കൊടുക്കാറുള്ളൂ. പക്ഷേ
നിങ്ങൾ ഈ 2 റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾ സിനിമയ്ക്ക് പോകരുത്. കുറേ പേര് അതിൻ്റെ അകത്ത് അല്ലാത്ത പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം കുറേ പേര് ഇതിനകത്ത് നെഗറ്റീവാണ് പറഞ്ഞെങ്കിൽ എനിക്ക് സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. സിനിമ കണ്ടവർക്ക് കൂടുതൽ പേര് സിനിമ തിയേറ്ററിനകത്ത് ചിരി പടർത്തുന്നു എന്നുള്ള കാര്യം ഞാൻ തിയേറ്ററിലിരുന്ന് അനുഭവിച്ച കാര്യമാണ്. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന സിനിമയാണ്. ഫാമിലിയായിട്ട് ആൾക്കാർ വന്നത് ചിരിയോട് ചിരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സിനിമ ഇഷ്ടപ്പെടാതെ അവർ ചുമ്മാ വന്നതെന്ന് ചിരിച്ചിട്ട് ഇൻ്റർവെല്ലിന് കൈയടിക്കുന്ന ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഈ സിനിമ ഈ ഇൻ്റർവെല്ലിന് കൈയടിക്കുന്നുണ്ട് ആൾക്കാർ, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ചിലപ്പോൾ നിങ്ങൾ കൈയടിക്കോ ഇല്ലേന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ